ഓം യസ്യാന്തം നാദിമധ്യം നഹി കരചരണം നാമഗോത്രം ന സൂത്രം നോ ജാതിർനൈവ വർണ്ണാ ന ഭവതി പുരുഷോ നാനപുംസം ന ച സ്ത്രീം നാകാരം നോ വികാരം നഹി ജനിമരണം നാസ്തി പുണ്യം ന പാപം തത്വം നോ തത്വമേകം സഹജസമരസം സദ്ഗുരും തം നമാമി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സകലനിഗമഗീതാം ബ്രഹ്മവിദ്യാം വിശുദ്ധാം നിജഗുരുരമണേഷ്ഠാം ശങ്കരാചാര്യകുഷ്ഠാം ദദതി കരുണയാ യേ പ്രൗഢഗംഭീരവാചാ രമണചരണതീർത്ഥാൻ ദേശികാൻ താൻ നമാമഃ. ഹൃദയകുഹരമധ്യേ കേവലം ബ്രഹ്മമാത്രം ഹി അഹം അഹം ഇതി സാക്ഷാദാത്മരൂപേണ ഭാതി. ഹൃദി വിഷമനസാ സ്വം ചിൻവദാ മജ്ജദാ വാ പവനചലനരോധാദാത്മനിഷ്ഠോ ഭവത്വം. ശാരദാ ശാരദാംഭോജവദനാ വദനാംബുജേ സർവദാ സർവദാസ്മാകം സന്നിധിം സന്നിധിം ക്രിയാത്. ഹരി ഓം. ശംഭോ മഹാദേവ ദേവ ശിവ ശംഭോ മഹാദേവ ദേവേശ ശംഭോ ശംഭോ മഹാദേവ ദേവ. അംഗേ വിരാജത് ഭുജംഗം അഭ്രഗംകാതരംഗാഭിരാമോത്തമാങ്കം ഓംകാരവാഠീകുരംഗം. സിദ്ധസംസേവിതാം ഘ്രീം ഭജേ മാർഗബന്ധും ശംഭോ മഹാദേവ ദേവ ശിവ ശംഭോ മഹാദേവ ദേവേശ ശംഭോ ശംഭോ മഹാദേവ ദേവ. നിത്യം ചിദാനന്ദരൂപം നിന്നുതാശേഷലോകേശ വൈരിഃ പ്രതാപം കാർത്തസ്വരാഗേന്ദ്രചാപം. കൃത്തിവാസം ഭജേ ദിവ്യസന്മാർഗബന്ധും ശംഭോ മഹാദേവ ദേവ ശിവ ശംഭോ മഹാദേവ ദേവേശ ശംഭോ ശംഭോ മഹാദേവ ദേവ. അഭയാദീക്ഷിതരുടെ അത്യദ്ഭുതമായ ഒരു വഴികാട്ടിയാണ് ഈ മാർഗബന്ധു സ്തോത്രം. പൊതുവിൽ തന്നെ ഈ മാർഗബന്ധു സ്തോത്രം നമുക്ക് കറക്റ്റ് ഒരു വഴിയെ കാണിച്ചു തരും, നമ്മുടെ ലക്ഷ്യത്തെ കാണിച്ചു തരും. പൊതുവിൽ ലൗകികമായിട്ടുള്ളതും സ്പിരിച്വലായിട്ടുള്ളവരും ഈ ഗ്രന്ഥത്തെ എടുത്തിട്ട് പാരായണം ചെയ്യും. ഇപ്പോൾ യാത്രാമധ്യത്തിൽ വഴി തെറ്റിപ്പോകാതിരിക്കാനും ഒക്കെ ഈ ഗ്രന്ഥം പാരായണത്തിൽ വയ്ക്കലൊരു പതിവാണ്. പക്ഷേ എന്താ മാർഗം എന്ന് പറഞ്ഞാൽ സത്തിലോട്ടുള്ള മാർഗം, സത് മാർഗം, സന്മാർഗബന്ധു എന്ന് വെച്ചാൽ സത്സംഗം എന്നർത്ഥം. സത്തിലോട്ടുള്ള സംഘം, പുറം വിഷയങ്ങളോ ബാഹ്യ വിഷയങ്ങളോ ആയിട്ടുള്ള ലൗകിക സുഖങ്ങളിൽ നിന്നും ഒരു ജീവന് വാസ്തവത്തിലെ സുഖം കിട്ടാതെ വരുമ്പോൾ അവൻ അധ്യാത്മത്തിലേക്ക് വരും. ആ അധ്യാത്മത്തിലേക്കുള്ള വഴിയാണ് സത്സംഗം. ആ സത്സംഗത്തെയാണ് അഭയാദീക്ഷിതർ ഈ ഗ്രന്ഥത്തിലൂടെ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്താ വഴി? വഴി ഉപനിഷത്താകുന്ന വഴി, ഉപനിഷത്ത് പ്രതിപാദ്യമായിട്ടുള്ള ഉപനിഷത്ത് പ്രോക്തമായിട്ടുള്ള മന്ത്രത്തെ അതുപോലെ ഡിറൈവ് ചെയ്തു വച്ചിരിക്കണം. സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ യോ വേദനിഹിതം ഗുഹായാം പരമേ വ്യോമന്ന. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ, അതിനെയാണ് ഇവിടെ
നിത്യം ചിദാനന്തരൂപം. സത്യം എന്ന് പറഞ്ഞാൽ നിത്യം എന്ന് തന്നെ അർത്ഥം. നിത്യം എന്താ? ആത്മാവിൻ്റെ സ്വരൂപമാണ്. സത്യം സ ആത്മാ സ്വയം. വിവേക ചൂടാമണിയിൽ ആത്മാവിനെ സത്യം എന്ന് തന്നെ ശങ്കരാചാര്യർ വിളിച്ചു. സത്യം എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും മാറാത്തത്, എല്ലായിടത്തും ഉള്ളത്, അതിനെയാണ് സത്യം എന്ന് പറയണത്. ആ സത്യം ആത്മാവാണ്. അപ്പോൾ സത്സംഗത്തിലൂടെ നമ്മൾ അറിയണത് ആത്മാവിൻ്റെ സ്വരൂപമാണ്, നമ്മുടെ സ്വരൂപമാണ്. ആ നമ്മുടെ സ്വരൂപത്തെ അറിഞ്ഞാൽ പിന്നെ നമുക്കൊരു കേടുമേ ഇല്ല. രമണ മഹർഷി കൂടെ പറഞ്ഞു, തന്നെ താൻ അറിഞ്ഞാൽ പിന്നെ അവൻ ഒരു കേടുമേ ഇല്ല, അവൻ ഒരു കേടുപാടുമില്ല. ഇപ്പം കേട് വന്നിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ഈ കേടിൽ നിന്നും നമുക്ക് കേടില്ലാത്ത ഇടത്തിലേക്ക് ഉള്ള മാർഗമാണ് ഇവിടെ തരണത്. ആ ഉപനിഷത്ത് പ്രതിപാദമായിട്ടുള്ള ഉപനിഷത്തിൻ്റെ സാരം രമണ മഹർഷി കൂടെ പറഞ്ഞു, വേദാന്തത്തെ വേററ വിളങ്കും വേദപ്പൊരുൾ അരുൾ അരുണാചല. വേദത്തിൻ്റെ പൊരുൾ, ആ പൊരുളിനെയാണ് അഭയാ ദീക്ഷിതർ ഇവിടെ കാണിച്ചു തരണത്. സത്യം എന്ന് പറയുന്നത് ഭഗവാന്റെ തന്നെ നാമമാണ്. സത്യസ്യ സത്യം ഹൃദസത്യനേത്രം. ഭഗവാന്റെ തന്നെ സ്വരൂപമാണ് സത്യം. അപ്പോൾ ആ സത്തിലേക്കുള്ള മാർഗമാണ് സത്സംഗം. ആ സത്സംഗത്തെയാണ് നമുക്കിവിടെ തരണത്. ആ നിത്യം ചിദാനന്ദരൂപം. ആ ഭഗവാൻ ചിത്ത് ആനന്ദ സ്വരൂപമായിട്ടിരിക്കണം. ചിത്ത് എന്ന് പറഞ്ഞാൽ കോൺഷ്യസ്നെസ്, പ്യുവർ കോൺഷ്യസ്നെസ്, ബോധം എന്നർത്ഥം. ഇവിടെ ബാലകൃഷ്ണൻ നായർ സാറ് തിരുവനന്തപുരത്ത്, ഈ പാൽക്കുളങ്ങരയിലുള്ള ബാലകൃഷ്ണൻ നായർ സാറ് പരമവേദാന്ത ആചാര്യൻ പറയുന്നു, നമ്മുടെ സ്വരൂപം ബോധമാണ്. പലരും ഈ ബോധത്തിനെ എന്താണ്, ബോധം കെട്ടുപോയി, ബോധം കെട്ടുപോയി. കെട്ടുപോണതല്ല ബോധം, കെട്ടുപോണതല്ല ബോധം. ബോധം കെടാതിരിക്കുന്നതാണ് പ്യുവർ കോൺഷ്യസ്നെസ്. സദാ ഉള്ള പൊരുൾ, ഉള്ള പൊരുളിന് അഭാവമില്ലാത്ത ഒരു പൊരുൾ, അതിനെയാണ് ബോധം എന്ന് നമ്മൾ പറയണത്. അത് തന്നെയാണ് ചിത്ത്. ആ ചിത്തിൻ്റെ സ്വരൂപം എന്താ? ആനന്ദം തന്നെ സ്വരൂപം. അതുകൊണ്ട് സത്ത്, ചിത്ത്, ആനന്ദം, സത്യം, ജ്ഞാനം, അനന്തം. ആ ബോധത്തെ അറിയലാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ബോധം ജ്ഞാനം തന്നെയാണ്. അതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലബ്ധോ പുമാൻ തൃപ്തോ ഭവതി. തൃപ്തി വരണു. എന്ത് കിട്ടിയാലാണോ ഒരു ജീവന് തൃപ്തി വരണത്, അവനവൻ്റെ നിലനിൽപ്പിനെ, സ്വരൂപത്തെ ആരറിയണോ അവൻ തൃപ്തനാണ്. അവൻ തൃപ്തോ ഭവതി, മുക്തോ ഭവതി. അവൻ പിന്നെ മുക്തനാണ്, എല്ലാത്തിൽ നിന്നും മുക്തനാണ്. ഈ വിഷമത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും എല്ലാ വസ്തുവിൽ നിന്നും എല്ലാ ദുരിതങ്ങളിൽ നിന്നും അവൻ രക്ഷ നേടിയിരിക്കണം. അത്തരത്തിലുള്ള ഭഗവാനെ അറിയൽ. നിത്യം ചിദാനന്ദരൂപം നിന്നുതാശേഷ ലോകേശ വൈരി പ്രതാപം. ലോകം, ലോക്യതേ ഇതി ലോകഃ. എന്തൊക്കെ നമ്മൾ കാണണോ അതിനെയാണ് ലോകം എന്ന് പറയണത്, അല്ലേ? എന്തൊക്കെയൊക്കെ നമ്മൾ കണ്ടാൽ ആ കാണണത് നമുക്ക് അഫക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ചെറിയ കുട്ടി ഏതെങ്കിലും ഒരു കളിപ്പാട്ടം കണ്ടാൽ അതിലേ നിൽക്കും, അത് കണ്ടേ കരയും. കുറച്ചുകൂടെ ടീനേജ് ആയാൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിയോ ആരെങ്കിലുമൊക്കെ കണ്ട് ഗേൾ ഫ്രണ്ട് ആക്കണം തോന്നും, അതിൻ്റെ പേരിൽ പിന്നെ പ്രശ്നമായി എന്തൊക്കെയോ ആവും. കുറച്ചുകൂടെ കഴിഞ്ഞാൽ പിന്നെ വിവാഹം കഴിക്കണമെന്നായി, അത് കഴിഞ്ഞാൽ കുട്ടിയെ നോക്കണമെന്നായി. കാണണത് എല്ലാം വേണം വേണം എന്നുള്ളൊരു ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എന്തെങ്കിലുമൊക്കെ നമുക്ക് നേടണം, വെട്ടിപ്പിടിക്കണം തോന്നും. ലോകേഷണ, വേദാന്തത്തിലെ ഒരു വാക്ക് ലോകേഷണ എന്ന് പറയും. ലോകേഷണ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ലോകം കാണണം, എന്തെങ്കിലുമൊക്കെ വെട്ടിപ്പിടിക്കണം, കാണണം എന്നുള്ളൊരു തീവ്രമായിട്ടുള്ളൊരു ആഗ്രഹം. ആ ആഗ്രഹം ഇല്ലാതാക്കണമെങ്കിൽ സത്യസ്വരൂപമായ ഭഗവാനെ അറിയുക, നിത്യമായിട്ടുള്ള ഭഗവാനെ അറിയുക. നിന്നുതാശേഷ ലോകേശ വൈരി പ്രതാപം. ആ ഇന്ദ്രൻ, ദേവേന്ദ്രനായിട്ടുള്ള ദേവേന്ദ്രൻ്റെ അഹങ്കാരത്തോടുകൂടി വന്ന ആ ഇന്ദ്രൻ്റെ അഹങ്കാരത്തെ ഇല്ലാതാക്കിയത് ഭഗവാനാണ്. അങ്ങനൊരു കഥ തന്നെ ഉണ്ട്. ഭഗവാൻ ഇന്ദ്രൻ, ദേവേന്ദ്രനല്ലേ, എല്ലാവരുമായിട്ട് ഞാൻ ഫൈറ്റ് ചെയ്തേക്കും, പിന്നെ എന്തിനാ ഒരു മഹാദേവൻ എന്ന് പറഞ്ഞ് മഹാദേവനോട് ഫൈറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് വന്നപ്പോൾ വഴിയിൽ നിന്ന് ഭടനുമായിട്ട് അടികൂടി തോറ്റുപോയി. മഹാദേവൻ്റെ ഭടനുമായിട്ട് അടികൂടി തോറ്റുപോയി എന്ന് വെച്ചാൽ മഹാദേവൻ തന്നെയാണ് അവിടെ പ്രത്യക്ഷപ്പെട്ട് ഭടനായിട്ടിരുന്നത്. സർവവും ഭഗവാനാണ്, സർവവും ഭഗവാനാണ്, എൻ്റെ സ്വരൂപം ഭഗവാനാണ് എന്നുള്ളൊരു ഭാവം ആർക്ക് വരണോ അവന് പിന്നെ മാത്സര്യമില്ല. ഈശ്വര സർവഭൂതാനാം ഈശാന സർവവിദ്യാനാം ഈശ്വര സർവഭൂതാനാം. ഈശ്വര സർവഭൂതത്തിലും ഈശ്വരനാണ് ഇരിക്കണം എന്നുള്ളൊരു ഭാവം ഉണ്ടെങ്കിൽ എവിടെ മാത്സര്യം, എവിടെ മത്സരം, എവിടെ അഹന്ത, എവിടെ അസൂയ? അതിനൊന്നും സ്ഥാനമേ ഇല്ല.
അപ്പോൾ ഭഗവാനെ അറിയണവൻ പുറം വിഷയത്തിനോടുള്ള ആസക്തിയെ പതുക്കെ 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 ഇല്ലാതാക്കിക്കൊണ്ടിരിക്കണു. കാർത്തസ്വരാഗേന്ദ്രചാപം, മേരുപർവ്വതത്തെ ഭഗവാൻ വില്ലായിട്ട് കയ്യിൽ വെച്ചിരിക്കുന്നു. ഇത് പറയുമ്പോൾ ഒരു ചെറിയ അനക്ഡോട്ട്, ഒരു ശ്രീരുദ്രം. എല്ലാ ശിവഭക്തന്മാർക്കും വേദത്തിൻ്റെ ഹൃദയസ്ഥാനത്തിൽ എല്ലാ വേദത്തിലും ഉള്ളതായിട്ടുള്ള ശ്രീരുദ്രം, പ്രധാനമായിട്ടുള്ള വേദത്തിന് പ്രധാനം ശ്രീരുദ്രമാണ്. ആ ശ്രീരുദ്രത്തിലെ ആദ്യത്തെ ഋക്കു മന്ത്രം ഇതാണ്: നമസ്തേ രുദ്രമന്യവഭുതോ തൈഷവേ നമഃ, നമസ്തേ അസ്തു ധൻവനേ ബാഹുഭ്യാമുതതേ നമഃ, യാതയിഷു ശിവതമാ ശിവം ബഭൂവതേ ധനുഃ, ശിവാശരവ്യായാതവതയാനോ രുദ്രമൃടയാ. ആ ഭഗവാൻ കയ്യിൽ എങ്ങനെ വെച്ചിരിക്കണു? ബാഹുഭ്യാമുതതേ നമഃ. കയ്യിൽ എന്തിനു വെച്ചിരിക്കണു? ധനുസ് വെച്ചിരിക്കണു. ധൻവനേ. എന്താ ഭഗവാന്റെ ധനുസ്? പൊതുവിൽ എല്ലാവരും പറയും പിനാകം എന്ന് പറയും. ഭഗവാന്റെ കയ്യിലിരിക്കണ ആയുധം പിനാകം എന്ന് പറയും. പക്ഷേ ഭഗവാന് പിനാകത്തിനേക്കാളും വലിയൊരു ആയുധമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ മേരുപർവ്വതത്തിനെ തന്നെ ഭഗവാൻ വില്ലായിട്ട് കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. എപ്പോഴാന്ന് വെച്ചാൽ വി ഹാവ് ടു ഗോ ടു മഹാഭാരതം. മഹാഭാരതത്തിലേക്ക് ഒരു യാത്ര. മഹാഭാരത യുദ്ധം ആരംഭിക്കാറായി. നകുല സഹദേവന്മാർക്ക് തുണയ്ക്ക് ഒരാളെ, തൻ്റെ അമ്മയുടെ ജ്യേഷ്ഠനോ അനിയനോ ആയിട്ടുള്ള ശല്യർ, നമുക്കറിയാം ശല്യർ എതിർവശത്ത് നിന്നാണ് ഫൈറ്റ് ചെയ്യണത്. പക്ഷേ ശല്യർ ആരാന്ന് വെച്ചാൽ നകുല സഹദേവൻ്റെ ബന്ധുവാണ്, മാമനാണ്. നകുല സഹദേവൻ്റെ അമ്മാവനെ ഒരു ലെറ്റർ ഇട്ടിട്ട് വിളിക്കും, നമുക്ക് കൂടെ നിൽക്കാൻ ആരുമില്ല, അമ്മാവൻ ഒന്ന് വരണം, അമ്മാവൻ ഒരു രാജ്യത്തിൻ്റെ ഒരു അധിപനല്ലേ, അമ്മാവനൊന്ന് വന്ന് നമ്മളെ സഹായിക്കണം, ഈ മഹാഭാരത യുദ്ധത്തിൽ നമ്മളെ സഹായിക്കണം എന്ന് പറഞ്ഞ് അമ്മാവനെ വിളിച്ചു. അപ്പോൾ ശകുനി ഈ സംഭവം അറിഞ്ഞു, ഇങ്ങനെ അമ്മാവൻ വരണുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ അവർ ഈശ്വരതുല്യമൊന്നും വേണ്ട, അവരും ആളെ കൂട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്ത് ചെയ്തു? ഒരാളെ കൂട്ടണമല്ലോ, ഈ ശല്യർ വന്നാൽ ശരിയാവില്ല, നല്ല കറേജുള്ള ആളാണ് എന്ന് പറഞ്ഞിട്ട് ഇവരെന്ത് ചെയ്തു? വഴിയിൽ ഈ ശല്യർ വിശന്നു വന്ന സമയത്ത് വഴിയിൽ ഈ ശകുനി കൂട്ടിക്കൊണ്ട് പോയിട്ട് ആഹാരമൊക്കെ കൊടുക്കും, ഭക്ഷണമൊക്കെ കൊടുത്ത് ഒരു സത്കാരമൊക്കെ നടത്തും. എന്നിട്ട് പറയും, ഞാൻ കൗരവപക്ഷത്ത് നിന്നും ഉള്ള ആളാണ്, അതുകൊണ്ട് ഇപ്പം നിങ്ങൾ എൻ്റെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു, ഭക്ഷണം കഴിച്ചവരെല്ലാം അവരുടെ ആൾ. ഇതാണ് ഈ വിവാഹ ചടങ്ങിലൊക്കെ നമ്മൾ പോയാൽ കഴിച്ച് കൈ കഴുകി കഴിഞ്ഞാൽ അവർ നമ്മളെ ആളായി എന്ന് പൊതുവിൽ പറയണതിൻ്റെ കാര്യം, ഭക്ഷണം ആർക്ക് നമ്മൾ കൈകൊണ്ട് കൊടുക്കണോ ആ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മുടെ ആള് എന്നാണ് ശാസ്ത്രം പറയണത്. ഇപ്പോൾ പോയാൽ നമുക്ക് ഹോട്ടൽകാരൊക്കെ ബന്ധുക്കളാവും, കാരണം എല്ലാ ഹോട്ടലിലല്ലേ ഭക്ഷണം അല്ലേ, കാണണ ഹോട്ടലെല്ലാം നമുക്ക് ബന്ധുക്കളാവും, പറഞ്ഞവരെല്ലാം ആഹാരം കൊടുക്കും. അപ്പോൾ ഇതുപോലെ ആര് ആഹാരം കൊടുക്കണോ അവൻ നമുക്ക് ബന്ധു. ആ ടൈമിൽ ശല്യർ പറഞ്ഞു, ഇത് ധർമ്മത്തിന് വിരുദ്ധമാണ്, എനിക്കിനി നകുല സഹദേവൻ്റെ കൂടെ നിന്നിട്ട് പാണ്ഡവ പക്ഷത്തിൽ നിന്നിട്ട് യുദ്ധം ചെയ്യാൻ പറ്റില്ല, ശകുനിയുടെ കൂടെ പോവുകയാണ്, ദുര്യോധനൻ്റെ പക്ഷത്തിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ നകുല സഹദേവന്മാർ ദേഷ്യം, രസകരമായിട്ടൊരു ആചാര്യൻ പറയും, ദേഷ്യം വന്നിട്ട് വാട്സാപ്പിൽ ബ്ലോക്ക് ചെയ്യാൻ പോയപ്പോൾ കൃഷ്ണൻ വന്നു. ഹിയർ കംസ് കൃഷ്ണൻ വന്നിട്ടുണ്ട്, ഡോൺ ബ്ലോക്ക്, ഗീവ് മീ ഹിസ് നമ്പർ. ശല്യരുടെ നമ്പർ എനിക്ക് തരൂ, ഷെയർ അല്ലേ, നമ്പർ ഷെയർ ചെയ്യും നമ്മളടുത്ത് പറയേണ്ടത് പോലെ ഷെയർ എന്ന് പറഞ്ഞു, ഷെയർ ചെയ്ത് കൊടുത്തു. ഇത് ഷെയർ ചെയ്ത് വാങ്ങിച്ചിട്ട് എന്ത് ചെയ്തു? ശല്യരെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, ശല്യ നിൻ്റെ യൂട്യൂബ് ഈ വാട്സാപ്പോ നെറ്റൊക്കെ ഫുൾ ഞാൻ റീചാർജ് ചെയ്തിട്ടുണ്ട്, ഫുൾ അലേർട്ടായിട്ടിരിക്കൂ, എപ്പോൾ മെസ്സേജ് വരണോ അപ്പോൾ എനിക്ക് വേണ്ടി നീ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു. എന്താ ഈ ശല്യർ ചെയ്തതെന്ന് വെച്ചാൽ കർണൻ്റെ രഥത്തിലിരുന്നിട്ട് കർണനെ ഡിസ്കറേജ് ചെയ്തുകൊണ്ടേയിരുന്നു. ഒരു പക്ഷത്ത് ഈശ്വരൻ ഭഗവാൻ തന്നെ, പാണ്ഡവ പക്ഷത്തിലെ ഭഗവാനാണ് അവിടെ സാരഥിയായിട്ടിരുന്നത്. ഈ പക്ഷത്ത് നോക്കിയാൽ ശല്യർ എന്ത് ചെയ്തു? ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ ഈ ശല്യർക്ക് ഈ കർണൻ്റെ സാരഥിയാവാനൊരു മടിയുണ്ട്. എന്താന്ന് വെച്ചാൽ ഈ കർണൻ വന്ന് തേരാളിയുടെ പുത്രനാണെന്നൊരു ഭാവം. അപ്പോൾ ഈ കർണന് വേണ്ടിയിട്ട് ഞാൻ സാരഥിയാവാനോ പറ്റില്ല. അപ്പോൾ ദുര്യോധനൻ വന്നിട്ട് ഒരു കഥ പറഞ്ഞു കൊടുക്കും, ത്രിപുര സംഹാരം എന്നൊരു കഥ. ത്രിപുരാന്തകായ വേദത്തിൽ വരും. ഭഗവാൻ ത്രിപുരനെ ഇല്ലാതാക്കി. ത്രിപുരങ്ങൾ എന്ന് വെച്ചാൽ ഈ ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി, അതൊരു ത്രിപുരം.
3 സിറ്റി, പുരം എന്ന് പറഞ്ഞാൽ സിറ്റി, സിറ്റി ലൈഫ് എന്ന് പറഞ്ഞാൽ ഫുൾ ബിസിയാണ്, ആർക്കും ഈശ്വര ധ്യാനമൊന്നുമില്ല. അതുപോലെ ഈ ത്രിപുരം 3 പുരങ്ങൾ, ഒന്ന് വെള്ളിക്കോട്ട, ഒന്ന് സ്വർണ്ണക്കോട്ട, ഒന്ന് ചെമ്പുകോട്ട. ഈ 3 കോട്ടയും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ ത്രിപുരനും എന്ത് ചെയ്തു, ഈ 3 അസുരന്മാർ നേരെ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് ബ്രഹ്മാവിൻ്റെ ഒന്ന് വരം വാങ്ങിച്ചിരിക്കണു, എന്നെ ആരും കൊല്ലരുതെന്ന് പറഞ്ഞു. ഞാൻ മരിക്കുകയെ ചെയ്തത്. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, എനിക്ക് ആ ശക്തിയൊന്നുമില്ല, ഞാനേ പോവും, എനിക്കെങ്ങനെ നിങ്ങൾ മരിക്കാതിരിക്കാനുള്ള ശക്തി തരാൻ പറ്റും, വേറെ എന്തെങ്കിലും ചോദിക്കൂ. അപ്പോൾ അവർ പറഞ്ഞു, എന്നെ കൊല്ലണമെങ്കിൽ നമ്മൾ 3 പേരും ഒരേ പോയിന്റിൽ വരുമ്പോൾ ഒരേ അടിയിൽ കൊല്ലണം. 3 അസുരന്മാരും ഒരേ ടൈമിൽ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരേ ഒരു അമ്പ് കൊണ്ട് മരിക്കണം. അതൊരിക്കലും സാധ്യമേ അല്ല, അത്ര നിസ്സാരമല്ല. അങ്ങനെ ഈ ത്രിപുരന്മാർ വലിയ കുഴപ്പമായില്ലേ, സ്വർണം വെള്ളി ഇതൊക്കെ വന്നപ്പോൾ കള്ളന്മാരുടെ ശല്യം, പലരുടെ ശല്യമൊക്കെ വന്നു തുടങ്ങി. ബലവെടുപ്പുള്ള പലതും വന്നപ്പോൾ പ്രശ്നങ്ങളാണ്. സ്വർണം അമ്പലത്തിൽ വെക്കാൻ പറ്റില്ല, വെള്ളി ചെമ്പ് ഒന്നും അമ്പലത്തിൽ വെക്കാൻ പറ്റില്ല, അപ്പോൾ കള്ളം കയറിക്കളെ. അപ്പോൾ കലി ബാധിച്ചു. അങ്ങനെ ബാധിച്ചിരുന്നപ്പോൾ പലരും പോയി മഹാദേവനോട് ശരണാഗതി ചെയ്തിട്ട്, മഹാദേവ ഇതിന് രക്ഷ തരണം എന്ന് പറഞ്ഞു. ഇപ്പോൾ മഹാദേവൻ പറഞ്ഞു, നന്ദി പോയി എൻ്റെ പിനാക്കം എടുത്തിട്ട് വരുമെന്ന് പറഞ്ഞു, എൻ്റെ ധനുസ് എടുത്തിട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, മഹാവിഷ്ണു പറഞ്ഞു, നിങ്ങൾ ധനുസ് കൊണ്ടൊന്നും അത് ശരി, പിനാകം കൊണ്ടൊന്നും അത് ശരിയാവില്ല, അത് വലിയ കുഴപ്പം പിടിച്ചൊരു കാര്യമാണ് ഈ ത്രിപുര സംഹാരം എന്ന് പറയുന്നത്. അപ്പോൾ അത് വലിയ പാടാണ്, അതുകൊണ്ട് ഇതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ മഹാദേവൻ മേരുപർവ്വതത്തിനെ വളച്ചു വില്ലാക്കി, ആ വില്ലിൽ വാസുകി എന്ന പാമ്പിനെ, ആ വില്ലിനെ കെട്ടാനുള്ള ഞാണാക്കി, അതിൽ അമ്പായിട്ട് സാക്ഷാത് നാരായണൻ തന്നെ അമ്പായിട്ട് വന്നു. രഥം 4 വേദത്തെ കുതിരയാക്കി, ഭൂമിയെ തേരാക്കി, സൂര്യചന്ദ്രന്മാരെ ചക്രമാക്കി. ഫ്രണ്ടിൽ പോയപ്പോൾ ഒരു സന്ദേഹം, ആര് ഈ തേര് നയിക്കും, ആര് ഈ തേര് നയിക്കും എന്ന് പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് തന്നെ, സാക്ഷാത് ബ്രഹ്മാവ് തന്നെ പറയണു, ഇത്ര വലിയൊരു ഒരു സംരംഭം നടക്കുമ്പോൾ ഞാൻ തന്നെ വരാം ഇതിന് സാരഥിയായിട്ട് എന്ന് പറഞ്ഞപ്പോൾ ഇത് ശല്യർക്ക് ഉപദേശിച്ചു. നോക്കൂ, അഭിമാനത്തെ പതുക്കെ പതുക്കെ നമുക്ക് ഇല്ലാതാക്കാൻ ഇങ്ങനെ ചില കാര്യങ്ങളും ഉണ്ട്. പതുക്കെ പതുക്കെ നമ്മുടെ അഭിമാനത്തിനെ ഇല്ലാതാക്കണമെങ്കിൽ, അസൂയെ ഇല്ലാതാക്കണമെങ്കിൽ ചിലത് നമ്മൾ മഹാഭാരതത്തിൽ നിന്നൊക്കെ റെഫർ ചെയ്ത് കൊടുക്കണം. ചില ശാസ്ത്രങ്ങളിൽ നിന്നും ഒക്കെ റെഫർ ചെയ്ത് കൊടുത്താൽ ആവും തോന്നും. ഇതിലെന്താ ബലം എന്ന് വെച്ചാൽ നമുക്ക് മറ്റത് പതുക്കെ പതുക്കെ പോവും. ഈ ജാതി ഭേദം, ജാതി നീതി കുല ഗോത്ര ദൂരകം നാമരൂപ ഗുണദോഷവർജിതം. ശങ്കരാചാര്യരുടെ വിവേക ചൂടാമണിയിൽ ജാതി നീതി കുല ഗോത്ര ദൂരകം, ഈ ജാതി നീതി കുലം ഗോത്രം ഒക്കെ മാറണം. അപ്പോൾ ഇങ്ങനെ ചില വഴികളുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഈ മഹാമേരു പർവ്വതത്തിനെ എങ്ങനെ ഭഗവാന്റെ വില്ലാക്കി വെച്ചിരിക്കണമെന്നുള്ളതിൻ്റെ കഥയാണ് ഇപ്പോൾ പറഞ്ഞത്. ഈ മേരുപർവ്വതത്തിനെ വച്ചിരിക്കണം വില്ലായിട്ട് ഭഗവാൻ. കാർത്തസ്വരാഗേന്ദ്രചാപം കൃത്തിവാസം ഭജേ ദിവ്യ സന്മാർഗബന്ധും. കൃത്തിവാസം, ആനയുടെ തോലണിഞ്ഞിരിക്കണു ഭഗവാൻ. ഭഗവാൻ ഈ പ്രകൃതിയെ മുഴുവൻ വന്ന് മൂടപ്പെട്ടിരിക്കണു ഭഗവാൻ. ഫുൾ പ്രകൃതിയാൽ മൂടപ്പെട്ടിരിക്കണു ഭഗവാനെ. ബ്രഹ്മത്തിനെ ധരിച്ചിരിക്കണത് ആരോ അതാണ് ധർമ്മം. ധർമ്മം എന്ന് പറഞ്ഞത് പ്രകൃതിയാണ്. അതുകൊണ്ട് ഓരോരുത്തരുടെ പ്രകൃതം തന്നെയാണ് ധർമ്മം, അവരുടെ നേച്ചർ തന്നെയാണ് ധർമ്മം. ഇപ്പം ധർമ്മത്തിനെ ആർക്കും പഠിപ്പിക്കാൻ പറ്റില്ല. ഒരു വീട്ടിൽ ഒരാളുടെ ധർമ്മമല്ല മറ്റൊരാളുടെ ധർമ്മം. ധർമ്മത്തെ, പൊതുവായിട്ടുള്ളൊരു ധർമ്മത്തെ കൊടുക്കാൻ മാത്രമേ ധർമ്മശാസ്ത്രങ്ങൾക്കൊക്കെ പറ്റുള്ളൂ. പക്ഷേ അവനവൻ്റെ ധർമ്മം അവനവൻ സ്വയമേവ സ്വീകരിച്ച് സ്വയമേവ നടത്തുക. ഒരു തമാശ രൂപത്തിൽ ഒരു കഥ പറയും. ഒരു പാതിരി എല്ലാവർക്കും ഞായറാഴ്ച ദിവസം ക്ലാസ്സിൽ പറയാണ്, നമ്മൾ നല്ല പ്രവർത്തികൾ ചെയ്യണം, ധർമ്മം അനുഷ്ഠിക്കണം. അങ്ങനെ നല്ല പ്രവൃത്തി ചെയ്തില്ലെങ്കിൽ നമ്മളെ ചീത്ത പ്രവൃത്തിയെ മുഴുവൻ നമ്മളെ മരണശേഷം പിശാച് അടികൂടി വാങ്ങിക്കും, നല്ല പ്രവൃത്തി ഭഗവാൻ അടികൂടി വാങ്ങിക്കും. ഇങ്ങനെ ഒരു ക്ലാസ് കൊടുത്തു. ഈ ക്ലാസ് എല്ലാവരും കേട്ടിട്ട് പോയി. രാത്രി ഒരു 12 മണിയായപ്പോൾ കപ്പിയാർ ഒന്ന് മൂത്രശങ്ക വന്നിട്ട് വെളിയിൽ പോയി ഒന്ന് സെമിത്തേരിയുടെ സൈഡിൽ പോയി ഒന്ന് മൂത്രം ഒഴിക്കാൻ പോയി. 2 പയ്യന്മാർ സിനിമ കണ്ടിട്ട് സെക്കൻഡ് ഷോ കണ്ടിട്ട് സെമിത്തേരിയുടെ അതുവഴി വരണം. നോക്കിയപ്പോൾ 2 പേരയ്ക്ക മരം നിന്നു. അപ്പോൾ ഈ പേരയ്ക്ക മരത്തിൽ അവർ 2 പേരും തീരുമാനിച്ചു ഇതിൽ നിന്ന് ഒരു പേരയ്ക്ക പറിക്കാം എന്ന് വിചാരിച്ച് 2 പേരും കൂടെ കയറി പേരയ്ക്ക പറിച്ചു. ധാരാളം പേരയ്ക്കയായി. എന്നിട്ട് ഇത് നിനക്ക്, ഇത് എനിക്ക് എന്ന് പറഞ്ഞ് കൊടുത്തുകൊണ്ടേ ഇരിക്കണു.
ഇപ്പുറത്തെ മതിലിൻ്റെ ഇപ്പുറത്ത് നിന്ന കപ്പ്യാര് ഇത് കേട്ടപ്പോൾ, അല്ല ഇന്ന് രാവിലെ അച്ഛൻ പറഞ്ഞതല്ലേ ഉള്ളൂ പിശാചും ഭഗവാനും കൂടെ പങ്കിട്ടെടുക്കുന്നതാ, ഇപ്പൊ അപ്പുറം ഇതെനിക്ക് ഇത് നിനക്കെന്ന് പറഞ്ഞിട്ട് സെമിത്തേരിയിൽ ഒരു ശബ്ദം കേൾക്കണു. അപ്പം അച്ഛനെ വിളിച്ച് പറഞ്ഞിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞിട്ട് നേരെ പോയി അച്ഛനെ വിളിച്ചുണർത്തി. അച്ഛൻ സാക്ഷാത് ഭഗവാൻ തന്നെ അച്ഛൻ പറഞ്ഞത് കറക്റ്റാണ്, ഇതോ അവിടെ സെമിത്തേരിയിൽ ഈശ്വരനും പിശാചും കൂടെ പങ്കുവയ്ക്കണുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു, ഞാനൊരു കള്ളം പറഞ്ഞപ്പോൾ ഇവർ ഇത്രയ്ക്ക് കാര്യമാണോ, എന്നാൽ പോയി കണ്ടു കളയാം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ നേരെ അങ്ങോട്ട് നടന്ന് അവിടെ പോയപ്പോൾ ഇതെനിക്ക് ഇത് നിനക്കെന്ന് കേൾക്കണുണ്ടോ, അച്ഛനൊരു ക്യൂരിയോസിറ്റി. മേലെ കയറി ഭഗവാനെയും പിശാചെ ഒന്ന് കണ്ടുകളയാമെന്ന് വിചാരിച്ച് പതുക്കെ ഇങ്ങനെ ഒരു ഏണി വെച്ച് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്തിരുന്ന ആ പയ്യന്മാർ പറയാണ്, ഇവിടെ ഉള്ള എല്ലാം തീർന്നു, ഇനി 2 എണ്ണം അപ്പുറത്ത് മതിലിൻ്റെ അപ്പുറത്തുണ്ട്, അതെടുക്കാൻ പോവാന്ന്. അച്ഛൻ വിചാരിച്ചു ഈ ശവങ്ങളൊക്കെ തീർന്നു, ഇനി 2 എണ്ണം കപ്പിയാരും അച്ഛനും ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ധർമ്മം പറയണവനക്ക് കൂടെയും ധർമ്മം എന്തെന്ന് അറിയില്ല. അപ്പോൾ ധർമ്മം സ്വമേധയാ അവരവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവരവർക്കുള്ളതാണ്. സ്വന്തം വീട്ടിൽ അരി വാങ്ങിച്ചു കൊടുക്കാതെ അടുത്ത വീട്ടിൽ പോയി അരി വാങ്ങിച്ചു കൊടുത്തിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ ധർമ്മം അവനവന് പ്രത്യേകം ഉണ്ട്. അപ്പോൾ അതിനെയാണ് ഇവിടെ പറയണത്, കൃത്തിവാസം ഭജേ ദിവ്യ സന്മാർഗബന്ധും. കൃത്തിവാസം എന്ന് വെച്ചാൽ പ്രകൃതിയെ മുഴുവൻ, ആനത്തോലിനെ അണിഞ്ഞിരിക്കണു, പുലിത്തോൽ അണിഞ്ഞിരിക്കണു, പാമ്പിനെ ധരിച്ചിരിക്കണു. അതുകൊണ്ട് പരമേശ്വരൻ്റെ അടുത്ത് പോയിട്ട് സ്വർണം തരൂ, എ സി തരൂ, കാർ തരൂ എന്നൊന്നും ചോദിക്കല്ലേ. പരമേശ്വരൻ്റെ കയ്യിലുള്ളത് ഈ പ്രകൃതി മുഴുവൻ മൂടി വെച്ചിരിക്കണം. നമുക്കൊന്നും വേണ്ടാത്ത സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. ആനത്തോല് തൊട്ടാൽ കൂടെ അറിയില്ല, നല്ല ഹാർഡ്. പുലിത്തോല് കണ്ടാലേ നമ്മൾ പേടിച്ചു പോകും. പാമ്പ് പിന്നെ പറയേ വേണ്ട. അപ്പോൾ അതൊന്നും നമ്മൾ ചോദിക്കില്ല. ബ്രഹ്മവിദ്യയ്ക്ക് മാത്രം പരമേശ്വരൻ്റെ അടുത്ത് വരിക. അതുകൊണ്ട് തന്നെ പരമേശ്വരനെ സന്മാർഗബന്ധുവും, സത്മാർഗത്തിലേക്കുള്ള ബന്ധുവാണ് പരമേശ്വരൻ. ആത്മജ്ഞാനത്തിന് വേണ്ടി മാത്രം പരമേശ്വരനെ വിളിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് ശംഭോ മഹാദേവദേവ. അതിനെന്താ വഴി എന്ന് വെച്ചാൽ പരമേശ്വര ഭജനം. ശംഭോ മഹാദേവദേവ, ശാന്തിക്ക് വേണ്ടിയിട്ട് പരമേശ്വര ഭജനം ചെയ്തുകൊള്ളുക എന്ന് പറഞ്ഞിട്ട് അടുത്ത വരി, കന്ദർപ്പദർപ്പഗ്നമീശം കാലകണ്ഠം മഹേശം മഹാവ്യോമകേശം കുന്ദാഭദന്തം സുരേശം കോടി സൂര്യപ്രകാശം ഭജേ മാർഗബന്ധും ശംഭോ മഹാദേവദേവ. കന്ദർപ്പദർപ്പഗ്നമീശം. പരമേശ്വരൻ വലിയ തപസ്വിയായിരുന്നു. സാധാരണ ഇടയ്ക്കിടയ്ക്ക് പരമേശ്വരന് വ്രതമുണ്ട്, വ്രതാനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വ്രതാനുഷ്ഠാനത്തിൽ ബ്രഹ്മനിഷ്ഠമായിട്ട് പരമേശ്വരൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കാമദേവൻ ഒരു സ്ഥലത്ത് ഒളിച്ചിരുന്നിട്ട് അമ്പ് വിട്ടു. അത്ര കന്ദർപ്പം. ആ അമ്പ് വിട്ടു, കാമദേവൻ്റെ കാമപാശത്തെ അങ്ങോട്ട് വിട്ടു. ഇത് ഈ അമ്പ് വരണത് കണ്ടിട്ട് പരമേശ്വരിയായിട്ടുള്ള പാർവതീദേവി എന്ത് ചെയ്തു, പോയി ഈ അമ്പിനെ കൊള്ളാതിരിക്കാൻ വേണ്ടി കാലിൽ പോയി ഒരു താമര കൊണ്ടുവച്ച് ഈ അമ്പിനെ അങ്ങോട്ട് വാങ്ങിച്ചപ്പോൾ പെട്ടെന്ന് പരമേശ്വരൻ അങ്ങോട്ട് കണ്ണു തുറന്നു. കണ്ണു തുറന്നതും അതീവ സുന്ദരിയായിട്ടുള്ള പാർവതീദേവിയെ കണ്ടു. ഇത്ര സുന്ദരിയായിട്ടിരിക്കണമല്ലോ പാർവതീദേവി എന്ന് വിചാരിച്ചു. അയ്യോ എൻ്റെ തപസ് അങ്ങോട്ട് പോയല്ലോ, ബ്രഹ്മനിഷ്ഠമായിട്ടിരുന്ന എൻ്റെ തപസ് മാറിപ്പോയല്ലോ എന്ന് വിചാരിച്ച് തൃക്കണ്ണുകൊണ്ട് എവിടെന്നെങ്കിലും അമ്പ് വന്നിട്ടുണ്ടോ എന്ന് വിചാരിച്ച് തുറന്നു നോക്കിയപ്പോൾ കണ്ണങ്ങോട്ട് തുറന്നു നോക്കി. ആ കണ്ണിൽ നിന്നുള്ള തീവ്രമായ ജ്വാല കൊണ്ട് തന്നെ എരിഞ്ഞു പോയി. അത്രേ. അഗ്നയേ സ്വാഹ. അഗ്നി, ആ കണ്ണിൽ നിന്നുമുള്ള അഗ്നി കൊണ്ട് ഈ കന്ദർപ്പം, ഈ കാമദേവൻ്റെ ബാണം വിട്ട കാമദേവൻ അങ്ങോട്ട് എരിഞ്ഞു പോയി. എന്ന് വെച്ചാൽ ഈ പരമേശ്വരൻ്റെ ധ്യാനം, പരമേശ്വരൻ്റെ തൃക്കണ്ണ് എന്ന് വെച്ചാൽ ഉപനിഷത്താകുന്ന കണ്ണ്. ഉപനിഷത്താകുന്ന കണ്ണുകൊണ്ട് എപ്പോ നോക്കിയോ, ഉപനിഷത്താകുന്ന കണ്ണുകൊണ്ട് എപ്പോ കാമക്രോധാദികളെ നോക്കണോ, ആ കാമക്രോധാദികളെല്ലാം ദഹിച്ചു പോകണം. എല്ലാം ദഹിച്ചു പോയി അവിടെ നമുക്ക് ശാന്തി ഉണ്ടാവുന്നു. ഇതാണ് പറഞ്ഞ കന്ദർപ്പദർപ്പഗ്നമീശം. ആ കാമദേവനെ കൊന്നിട്ടുള്ളതായിട്ടുള്ള ഈശ്വരൻ, കാമദേവനെ കീഴടക്കിയിട്ടായിട്ടുള്ള ഈശ്വരൻ, അല്ലയോ പരമേശ്വര, അങ്ങ് വലിയൊരു സന്മാർഗബന്ധും വലിയൊരു സത്മാർഗത്തെ നമുക്ക് കാണിച്ചു തരണോ. കാലകണ്ഠം മഹേശം മഹാവ്യോമകേശം. കാലകണ്ഠം, കാളകൂട സർപ്പത്തിനെ നാടിൻ്റെ നന്മയ്ക്കായി, ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പരമേശ്വരൻ ഈ പോയിസൺ അങ്ങോട്ട് കഴിക്കണം.
ഈ പോയിസൺ ആയിട്ടുള്ളത്, നമുക്ക് കേടായിട്ടുള്ളതിനൊക്കെ പരമേശ്വരൻ എടുത്ത് നമുക്ക് അമൃതത്വത്തെ തരണു പരമേശ്വരൻ. എങ്ങനെയാ അമൃതത്വം പരമേശ്വരൻ തരണത്? മാണിക്യവാചകർ സ്വാമി പറഞ്ഞിരിക്കുന്നു, കൊണ്ടത് എന്തനൈ തന്തത് ഉന്തനൈ ഇതിൽ യാർ ലോ ചതുരരോ. കൊണ്ടത് എന്തനൈ, എൻ്റെ ഈ മാംസമയമായിട്ടുള്ള ശരീരവും ഈ വേണ്ടാത്ത ചിന്തകൾ വരണ ഈ മനസ്സിനെയും പരമേശ്വരൻ അങ്ങനെ എടുത്തു. എന്നാൽ തന്നതോ അമൃതാനുഭവം. എന്താന്ന് വെച്ചാൽ വിഷത്തെ മുഴുവൻ അങ്ങോട്ട് എടുക്കണു, എന്നിട്ട് നമുക്ക് അമൃതത്വത്തെ തരണു പരമേശ്വരൻ. എന്ന് വെച്ചാൽ ഈ ശരീരം നാളേക്ക് ഇല്ല, പക്ഷേ ഇതിനെ നമുക്ക് ആസക്തി വരണു. പരമേശ്വരനോട് ആസക്തി വരണ സമയത്ത് ഈ ശരീരബോധം അങ്ങോട്ട് മാറുന്നു. പല പല വിഷയത്തിലേക്കും പോണ മനസ്സ് ഈ പരമേശ്വരൻ്റെ ഭിക്ഷാപാത്രത്തിൽ കൊണ്ട് ഇട്ടുകൊടുത്താൽ, ഹൃദയ കപിം അത്യന്ത ചപലം, ഈ ഹൃദയമാകുന്ന കപി കൊരങ്ങൻ അത്യന്ത ചപലം, ഈ ചപലമാകുന്ന ഈ മനസ്സിനെ കൊണ്ട് പരമേശ്വരന് കൊടുക്കുക. അങ്ങനെ കൊടുക്കണം, പരമേശ്വരൻ്റെ ഭിക്ഷാപാത്രത്തിൽ കൊടുക്കുക. പരമേശ്വരൻ അതിനു വേണ്ടിയിട്ടാണ് ഭിക്ഷാപാത്രം വച്ചിരിക്കുന്നത്. പരമേശ്വരൻ്റെ തലയോട്ടിയാകുന്ന ഭിക്ഷാപാത്രത്തിനകത്ത് കൊണ്ട് ഈ നമ്മുടെ ഈ വേസ്റ്റൊക്കെ കൊണ്ടിടുക, ആഗ്രഹങ്ങൾ, ഈ മനസ്സിനെ അങ്ങോട്ട് കൊടുക്കുക, ഈ കുപ്പ അങ്ങോട്ട് കൊടുക്കുക. ഇതാണ് പരമേശ്വരൻ ആവശ്യം. ഭവതു ഭവതർത്ഥം മമ മനഃ, എൻ്റെ മനസ്സിനെ ഞാൻ അങ്ങയ്ക്ക് തരാം പരമേശ്വര എന്ന് ശിവാനന്ദ ലഹരിയിൽ ശങ്കരാചാര്യർ സ്വാമി പറയുന്നു. ശങ്കരാചാര്യർ സ്വാമിയെ പറയുന്നു. ഇപ്പം നമ്മളെ അവസ്ഥ ആലോചിച്ച് നോക്കൂ അല്ലേ? എല്ലാ സഫറിങ്ങിനും കാരണം മനസ്സാണ്. മനസ്സിലാണ് എല്ലാ പെയിനും വരണത്. എവിടെ നമുക്ക് പെയിൻ ഉണ്ടോ, ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സ് പോയി അവിടെ നിൽക്കും. അപ്പോൾ മനസ്സിൻ്റെ സ്വരൂപമാണ് പെയിൻ. അതിനെ കാളകണ്ഠം എന്ന് വിശേഷിപ്പിച്ചു. ആ പെയിനെ എല്ലാം ഭഗവാൻ തൊണ്ടയിൽ ഇറക്കി വെച്ചിരിക്കുന്നു, കണ്ഠത്തിൽ ഇറക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് നീലകണ്ഠം, മഹേഷം, എല്ലാ ഈശ്വരന്മാർക്കും മഹാദേവൻ, സർവേശ്വരനായിട്ടുള്ള പരമേശ്വരൻ മഹാവ്യോമകേശം. ഭഗവാന്റെ ജടാ എങ്ങനെ ഇരിക്കണു? ജടാ മുടികളൊക്കെ ഇരിക്കണത് വ്യോമം, ആകാശ ശരീരം ബ്രഹ്മ. ഉപനിഷത്തെ പറഞ്ഞു ആകാശ ശരീരം ബ്രഹ്മ. ഭഗവാന്റെ ഈ മുടിയുണ്ടല്ലോ ആകാശം പോലെ വ്യാപിച്ച് കിടക്കണു അത്രേ. ബ്രഹ്മാണ്ഡവ്യാപ്തദേഹ ഭസിതഹിമരുജാ ഭാസമാനാ ഭുജംഗൈഹി. ബ്രഹ്മാണ്ഡവ്യാപ്തദേഹ, ബ്രഹ്മാണ്ഡം മുഴുവൻ പരന്നു കിടക്കുന്നതായിട്ടുള്ള ശരീരവും ആകാശം പോലെയുള്ള അങ്ങയുടെ ഈ മുടിയും നമുക്കൊരു സത്മാർഗമാണ്. എന്ന് വെച്ചാൽ ആകാശ ശരീരം ബ്രഹ്മ ദർശനാത് അബ്രസദസി. സ്കന്ദപുരാണത്തിൽ 4 മുക്തിക്ഷേത്രങ്ങളെ പറയുന്നുണ്ട്. എന്താ 4 മുക്തിക്ഷേത്രം? മുക്തിക്ക് തക്കതായിട്ടുള്ള 4 ഫീൽഡ് എവിടെയൊക്കെയാന്ന് പറഞ്ഞാൽ, ദർശനാത് അബ്രസദസി, ജനനാത് കമലാലയെ, കാശ്യാന്തു മരണാത് മുക്തി, സ്മരണാത് അരുണാചലം. സ്കന്ദപുരാണം എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിനുതകുന്ന പുരാണം, മുക്തിക്കുതകുന്ന പുരാണം, സ്ഖലനമില്ലാത്ത പുരാണം. എന്ന് വെച്ചാൽ ചലിക്കാതിരിക്കുക, അചലമായിരിക്കേണ്ടത്. മുക്തി അചലമാണ്, ആകാശം അചലമാണ്, എവിടെയും ചലിക്കണില്ല, ചലിക്കാൻ ഒരിടമില്ല, ഫുൾ ഓഫ് സ്പേസ്. ഏകവാനമേ, ആത്മാവിനെ രമണ മഹർഷി ഏകവാനമേ ഇൻപസ്ഥാനമേ എന്ന് വിളിച്ചു. അതേപോലെയാണ് ഇവിടെ ഭഗവാനെ പറഞ്ഞിരിക്കുന്നത്. ഭഗവാന്റെ മുടി നമുക്ക് മാർഗബന്ധുവാണ്. എങ്ങനെയാണ് മാർഗബന്ധു ആവണത്? ബ്രഹ്മമാണ്, ആകാശമാണ്. അബ്രസദസി എന്ന് വെച്ചാൽ ചിതംബരം, ചിത്താകുന്ന അമ്പരം, ഹൃദയമാകുന്ന ആകാശം. അവിടെ ദർശനത്തിനാണ് പുണ്യം. ആ ക്ഷേത്രത്തിൽ ദർശനം ചെയ്താൽ മുക്തിക്ക് കാരണമാകുന്നു. ജനനാത് കമലാലയെ, ഇപ്പം ദർശനം കൂടെ ചിലപ്പോൾ എല്ലാവർക്കും കിട്ടണം നിർബന്ധമൊന്നുമില്ല. ജനനാത് കമലാലയ, ഇപ്പം നമ്മൾ എവിടെയൊക്കെ ജനിച്ചു പോയല്ലോ, കമലാലയത്തിൽ ജനിക്കണം. തിരുവാരൂരിൽ ജനനം. ത്യാഗരാജസ്വാമികളൊക്കെ ഉണ്ട് തിരുവാരൂരിൽ ജനിച്ചത്. ആ തിരുവാരൂരിൽ ജനിക്കണത് മുക്തിക്ക് കാരണം. കാരണം അത്ര പുണ്യം ചെയ്തവരെ തിരുവാരൂരിൽ ജനിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ആത്മജ്ഞാനമൊന്നും കിട്ടുമോ ഇല്ലയോ എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. പക്ഷേ സത്കർമ്മം ചെയ്ത്, അനുഷ്ഠാനം ചെയ്ത്, നാമസങ്കീർത്തനം ചെയ്താൽ ആത്മജ്ഞാനത്തിന് മുക്തിക്ക് ഉതകുന്നതായിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി വേണമെങ്കിലും നമുക്ക് ജനിക്കാം. അപ്പം അതുകൊണ്ട് അതൊന്നും ചിന്തിക്കണ്ട, നാമജപം നാമസങ്കീർത്തനമൊക്കെ ചെയ്തുകൊള്ളുക. അതുകൊണ്ട് ജനനാത് കമലാലയെ, അവിടെ ജനിക്കുന്നത് തന്നെ മുക്തിക്ക് കാരണം. അവിടെ ധാരാളം മഹാപുരുഷന്മാരുടെ സമ്പർക്കം വന്നിട്ടുള്ള സ്ഥലമാണ്.
ആ സ്ഥലത്തിൽ സത്സംഗം കൂടാതെ ഇരിക്കേയില്ല. സത്സംഗം നമുക്ക് മുക്തിക്ക് കാരണമാണ്. കാശ്യാന്തു മരണാത് മുക്തി, കാശിയിൽ പോയി മരിക്കണത് മുക്തിയാണ്. കാരണം അവസാന കാലത്ത് ആരൊക്കെ കാശിയിൽ പോകണോ, കാശി എന്ന് പറഞ്ഞാൽ ആത്മാന്ന് തന്നെ അർത്ഥം പറഞ്ഞിരിക്കണം. എന്താണോ പ്രകാശിക്കണത് അതാണ് കാശി. എന്താണ് സ്വയം പ്രകാശിതമായിട്ടുള്ളത്? ആത്മാവ് സ്വയം പ്രകാശിതമായിട്ടുള്ളതാണ്. ആ സ്വയം പ്രകാശിതമായ വസ്തുവിനെ പ്രകാശിപ്പിക്കാൻ വേറൊരു പൊരുളില്ല. നതത്ര സൂര്യോഭാതി ന ചന്ദ്രതാരകം, നതത്ര സൂര്യോഭാതി ന ചന്ദ്രതാരകം, നേമ വിദ്യുതോഭാതി കുതോയമഗ്നി, തമേവ ഭാന്തം അനുപാതി സർവം തസ്യ ഭാസ സർവമിതം വിഭാതി. ആത്മാവിനെ കൊണ്ടാണ് സൂര്യൻ കൂടെ പ്രതിഫലിക്കണത്, പ്രകാശിക്കണത്. അതിനത്ര സൂര്യൻ പോലും പ്രകാശിക്കണില്ല എന്നത്ര. ആത്മാവിനത്ര സൂര്യൻ കൂടെ പ്രകാശിക്കണില്ല. അതൊന്നും അടുത്ത വരിയിൽ പറയും, കോടി സൂര്യ പ്രകാശം, കോടി സൂര്യപ്രഭനാണ് അങ്ങ്. സ്വരാട്ട് ഭാഗവതത്തിൽ പറയണു, അഭിജ്ഞസ്വരാട്ട്, സ്വയം പ്രകാശിതമായിട്ടുള്ള ജ്ഞാനസ്വരൂപമായിട്ടുള്ള സർവത്തിനെയും അറിയണതായിട്ടുള്ള പ്രകാശസ്വരൂപമാണ് ഭഗവാന്റെ സ്വരൂപം. അപ്പോൾ കാശി എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനം. ആത്മജ്ഞാനം വരുമ്പോൾ തന്നെ മരണം ഉണ്ടായി അല്ലേ? രമണ മഹർഷിക്കൊക്കെ മരണാനുഭവമാണ് ഉണ്ടായത്. എന്തു മരിച്ചു? ഈ ശരീരം എന്നുള്ളൊരു അഭിമാനം പോയി. മനസ്സ് എന്ന് പറയണ അഭിമാനവൃത്തിയും അഹങ്കാരവൃത്തിയും ഇല്ലാതായി. പിന്നെ ഉള്ളത് എന്താ? അമൃതത്വം. തതേകോവശിഷ്ട ശിവക്കേവലോഹം, അവശേഷിക്കണതായിട്ടുള്ള ആ ശിവം മാത്രമേ ഉള്ളൂ. പിന്നെ സ്മരണാത് അരുണാചലം. എപ്പോൾ ആരൊക്കെ അരുണാചലത്തിനെ ഒന്ന് സ്മരിക്കണം, അചലമല്ലാത്തത്. അരുണാചലം എന്നത് ആത്മസ്വരൂപം എന്ന് രമണ മഹർഷിയെ പറഞ്ഞിട്ടുണ്ട്. അഹം അഹം ഇതി സാക്ഷാത് ആത്മരൂപേണ ഭാതി. അരുണാചലം ആത്മരൂപമായിട്ട് പ്രകാശിക്കണു. ഒരു സമയത്ത് ഭഗവാൻ ആശ്രമത്തിലിരുന്ന് ജനാല വഴി ഇങ്ങനെ അരുണാചല പർവ്വതത്തിനെ നോക്കിക്കൊണ്ടേയിരുന്നു. കുറച്ചു നേരം നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഭഗവാനെ അരുണാചലത്തെ നോക്കുവാണോ എന്ന് ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു, ഞാൻ എന്നേ പാക്കറേൻ പോയി, എന്നയേ പാക്കറേൻ, ഞാൻ എന്നെ തന്നെ നോക്കുകയാണെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ അരുണാചലം ആത്മസ്വരൂപമാണ്. അത് ആത്മസ്വരൂപമാണ്. അതുപോലെ അരുണാചലത്തിനെ, ആത്മാവിനെ ആര് സ്മരിച്ചുകൊണ്ടിരിക്കണോ അവൻ മുക്തനാവണം എന്ന് 4 പുരാണം പറയണു. അതുകൊണ്ട് ആ വ്യോമകേശനായിട്ടുള്ള ചിത്തിൽ ആനന്ദം, ആകാശം എന്ന് പറയണത് ആത്മാവിൻ്റെ തന്നെ സ്വരൂപമാണ്. അത് തന്നെയാണ് ഭഗവാന്റെ കേശം. കുന്താബദന്തം സുരേഷം, ട്യൂബ് ലൈറ്റ് പോലെ വെളിച്ചമുള്ള പല്ലുകളാണ് ഭഗവാന്റെ പല്ല്. ട്യൂബ് ലൈറ്റ് പോലെ വെളിച്ചം, അത്രേ നല്ല വെളിച്ചം, വലിയ പ്രകാശമാണ് ഭഗവാന്റെ പല്ലുകൾ. സുരേഷം, എല്ലാവർക്കും ഈശ്വരനായിട്ടുള്ളത്. കോടി സൂര്യ പ്രകാശം ഭജേ മാർഗബന്ധും. ഭഗവാൻ കോടി സൂര്യപ്രഭനാണ്. ഒരു സൂര്യനെ നമുക്ക് സഹിക്കാൻ വയ്യ. കോടി സൂര്യപ്രഭനായിട്ടുള്ള ഭഗവാന് വന്നാൽ കണ്ണു പൊട്ടക്കണ്ണായി പോകത്രേ. മുരുകനാർ സ്വാമി എന്ന് പറഞ്ഞ് രമണ മഹർഷിയുടെ ഒരു പാർശ്വത. അപ്പോൾ ഒരു നാളേക്ക് ആശ്രമത്തിൽ ഏതോ ഒരു അമ്മ വന്നു, ഒരു ജ്ഞാനിയായിട്ടൊരു അമ്മ വന്നു. അപ്പോൾ ഈ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും വന്ന് തിക്കും തിരക്കൊക്കെ കൂട്ടണു. ഒരമ്മ പോയി ഈ മുരുകനാർ സ്വാമിയെ ക്ഷണിച്ചു, വന്നില്ല. 2 പ്രാവശ്യം വന്നു, വന്നില്ല. 3 പ്രാവശ്യം വന്നു, വന്നില്ല. 4ാമത്തെ പ്രാവശ്യം പറഞ്ഞു, ഞാൻ വരണം എന്ന് എനിക്കുണ്ട്, അവരെനിക്ക് കാണണം എന്നുണ്ട്. പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയൊരു സൂര്യനെ കണ്ട് എൻ്റെ 2 കണ്ണും പൊട്ടക്കണ്ണായി പോയത്ര. വലിയൊരു സൂര്യൻ, എൻ്റെ ഗുരുവാകുന്ന വലിയൊരു സൂര്യനെ കണ്ടിട്ട് എൻ്റെ 2 കണ്ണും പൊട്ടക്കണ്ണായി പോയി. അതുകൊണ്ട് ഞാൻ എങ്ങനെ കാണും? കാണാനൊരു കണ്ണില്ല. അതുപോലെ ഭഗവാന്റെ സ്വരൂപം എന്താ? കോടി സൂര്യ പ്രകാശം. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പ്രകാശം മാത്രമേ കാണുള്ളൂ. പാർത്ഥ ഇടമെല്ലാം പരവെളിയായി തോன்ற ഓർ വാർത്തി സൊല്ല വந்த മനുവേ പരാപരമേ. തായ്മാനവർ സ്വാമി പറഞ്ഞു, കാണണ ഇടമെല്ലാം പ്രകാശമാനമായിട്ടിരിക്കണം, വെളിച്ചമായിട്ടിരിക്കണം. പല ജ്ഞാനികളും പറഞ്ഞിരിക്കുന്നത് കണ്ണടച്ച ജ്യോതിസ്വരൂപം മാത്രമേ ഉള്ളൂ അല്ലേ? സ്വപ്നം അതൊരു വലിയ എക്സാമ്പിളാണ്. സ്വപ്നത്തിൽ നമ്മൾ ഉറങ്ങണു, ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് മുറിയെല്ലാം നല്ല ഇരുട്ടാക്കി വെച്ചിട്ടാണ് ഉറങ്ങണത്. ഈ ഉറങ്ങിക്കഴിഞ്ഞാൽ അകത്തുനിന്ന് ഒരു ലൈറ്റ് വരുന്നു, ഒരു പ്രകാശം വരണം. ആരാണ് ആ ലൈറ്റ് മാൻ? അതുകൊണ്ട് സ്വപതഃ, സ്വപ്നത്തിന്
തേജസം എന്ന് പറയുന്നു. തേജസ് എന്ന് വെച്ചാൽ വലിയൊരു വെളിച്ചമാണ് സ്വപ്നം. അപ്പോൾ ആ വെളിച്ചം ആത്മാവിൻ്റെ തന്നെ വെളിച്ചമാണ്. ആ വെളിച്ചത്തിൽ സൂര്യൻ കൂടെ പ്രതിപാദിക്കും, സൂര്യൻ കൂടെ പ്രകാശിക്കും. ഇല്ലേ, സ്വപ്നത്തിലൊക്കെ സൂര്യൻ ഉദിച്ചു വരണതായിട്ടൊക്കെ സ്വപ്നം കാണും. ആ സ്വപ്നത്തിൽ ആ കോടി സൂര്യപ്രഭനായിട്ടുള്ള ലൈറ്റ് മാനിലാണ് ഈ സൂര്യൻ തെളിയണത്, ഈ സ്ക്രീനിലാണ് സൂര്യൻ തെളിയണത്. അതുകൊണ്ട് കോടി സൂര്യപ്രകാശം ഭജേ മാർഗബന്ധും, ഓരോന്നിലും കന്ദർപ്പദർപ്പഗ്നമീശം മാർഗബന്ധും സ്മരേത്. ആരാണോ ഈ കാമദേവൻ്റെ പാശത്തിനെയൊക്കെ ഇല്ലാതാക്കണത്, ദഹിപ്പിച്ച് കളയണത്, ആ പരമേശ്വരൻ എനിക്ക് മാർഗബന്ധുവാണ്. കാളകണ്ഠം മഹേഷം, ഈ ലോകങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വിഷത്തെ, കാളകൂട വിഷത്തെ ഉള്ളിലാക്കിയിട്ട് നമ്മളെയൊക്കെ സംരക്ഷിച്ചിരിക്കുന്ന പരമേശ്വരൻ നമുക്കൊരു മാർഗബന്ധുവാണ്. പരമേശ്വരൻ്റെ ജഡ നമുക്കൊരു മാർഗബന്ധുവാണ്. ഭഗവാന്റെ പല്ലുകളോ പരമമായ വെളിച്ചമാണ്. നല്ല വെളുത്ത മന്ദാരപുഷ്പം പോലെ വെളുത്തിരിക്കണു പരമേശ്വരൻ്റെ പല്ലുകൾ. കോടി സൂര്യപ്രകാശം ഭജയ മാർഗബന്ധും. ഭഗവാൻ കോടി സൂര്യപ്രഭനാണ്, സ്വയം പ്രകാശിതമായിട്ടുള്ള വസ്തുവാണ്, പ്രകാശമേ സ്വരൂപമായിട്ടുള്ള വസ്തുവാണ്. അങ്ങനെയുള്ള പ്രകാശമില്ലേ, ഇരുട്ടാകുന്ന അജ്ഞാനത്തെ ഇല്ലാതാക്കി പ്രകാശമാകുന്ന ജ്ഞാനത്തെ തരുന്നതായിട്ടുള്ള പരമേശ്വര, അങ്ങേ ഞാൻ ഭജിക്കണു. എങ്ങനെ ഭജിക്കണു? ശംഭോ മഹാദേവദേവ. ഭഗവാനെ ശാന്തിക്ക് വേണ്ടി ഭജിക്കണു. എനിക്ക് പരമമായ ശാന്തി തരൂ പരമേശ്വര. പരമേശ്വരൻ്റെ സ്വരൂപം തന്നെ ശാന്തിയാണ്. യാതേ രുദ്ര ശിവ തനൂഹു, പരമേശ്വരൻ്റെ തനു, ഈ ശരീരം, അത് ശാന്തിയാണ്. ആ ശാന്തിയെ എനിക്ക് തരൂ.